ഇത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എൽഗ? എങ്ങനെയായിരുന്നു? അത്യാവശ്യം ബുദ്ധിമുട്ട്. എന്തായിരുന്നു ബുദ്ധിമുട്ട്? പറയും. സൗണ്ട് ഇങ്ങനെ ഒരുമാതിരി കീയായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ അത് ഇച്ചിരി ബാസായി. എത്ര ഓപ്പറേഷൻ നടത്തി ഇപ്പോ? 6. അപ്പൊ ഇപ്പൊ എത്ര വയസ്സാണ് എൽഗ? ഇപ്പൊ കുറച്ചു മുമ്പ് 11ആയി. അപ്പൊ ഏത് വയസ്സ് മുതലാണ് ശരിക്കും ഇത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പറേഷൻ തുടങ്ങിയത്? എനിക്കറിയില്ല. എത്ര വയസ്സ് മുതലാണ് ഓപ്പറേഷൻ തുടങ്ങി? അതൊരു 3-ാമത്തെ മാസം മുതൽ. ഓരോ ഏജിനനുസരിച്ചാ ഓരോ ഓപ്പറേഷൻ. അപ്പൊ ഇനി അടുത്ത ഓപ്പറേഷൻ ഇനി 13-ാമത്തെ വയസ്സില്ല. 13-ാമത്തെ വയസ്സിലാണ് ചെയ്യേണ്ടത്. 11 വയസ്സായി. ആദ്യം എന്തായിരുന്നു ശബ്ദത്തിൽ ഇവളുടെ ഒരു പ്രശ്നം? അവൾക്ക് മുറിച്ചുണ്ട് മാത്രല്ല, അവള് കുറുനാവും കൂടെ ഇല്ലാത്ത കുട്ടിയാ. എന്ന് വെച്ചാൽ കുറുനാവ് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു വാ തുറക്കുമ്പോ ഒരു നാവ് ഇങ്ങനെ തൂങ്ങി കിടക്കില്ലേ, അപ്പൊ അതില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ സ്പീച്ച് തെറാപ്പിസ്റ്റ് പറഞ്ഞ അതിൽ തട്ടിയാണ് നമ്മുടെ ശബ്ദങ്ങള് ക്ലാരിറ്റിയോടുകൂടി പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവൾക്ക് അതില്ല. അത് ഓപ്പറേഷൻ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിൽ അവര് ചെയ്തേനെ. അപ്പൊ അതും കൂടെ ഇല്ലാത്തത് കാരണമാണ് ഇത്രയും നന്നായിട്ട് പാടുന്നത്. ഇത്ര എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം പോലെ. നമുക്ക് സംസാരത്തിനെ ക്രമപ്പെടുത്തുന്ന ഒരു സംഭവമാണല്ലേ അത്? അതെ അതെ. അത് ഇല്ല, എന്നിട്ടും ഇത്രയും നന്നായിട്ട് പാടുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും അത്ഭുതമാവുന്നത്. മുറിച്ചുണ്ട് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് അതും കൂടെ ഇല്ലാഞ്ഞിട്ടും പാടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അത്ഭുതം. ഇപ്പൊ എവിടെയൊക്കെ പോയിട്ട് പാടി? ഇപ്പൊ ഇതുപോലെ യൂട്യൂബേഴ്സ് വന്നിട്ട് ഇത് എടുത്തിട്ട് പാടിയതാ. പിന്നെ സ്കൂളില് ആണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പാട്ട് വൈറലായി കണ്ടിട്ടാണ് അമൃത ടിവിക്കാര് അവരുടെ കോമഡി മാസ്റ്റേഴ്സ് പ്രോഗ്രാമില് വിഷു സ്പെഷ്യൽ പ്രോഗ്രാം ദിലീപേട്ടന്റെ ഒപ്പം പാടാനായിട്ട് വിളിച്ചത്. അത് കഴിഞ്ഞ് ഈ സെപ്റ്റംബർ മാസത്തിൽ റെഡ് കാർപ്പറ്റിൽ പാടിയായിരുന്നു, ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ. അപ്പൊ അത്യാവശ്യം ഹിറ്റാണ് അല്ലേ എൽഗ? സ്കൂളിലൊക്കെ എങ്ങനെയാ പാട്ട് പാടുമ്പോ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ? അറിയില്ല. ആരും വന്ന് പറയാറില്ല? ചിലരൊക്കെ പറയാറുണ്ട്. പാട്ട് കൊള്ളാന്ന് പറയോ? കൂടെ ഇപ്പൊ ആരൊക്കെയാ? ചേച്ചിയൊക്കെ എങ്ങനെയാ? നല്ല പാട്ടുകാരികളാ? ചേച്ചിയുടെ കൊടുത്തേ നോക്കട്ടെ. ചേച്ചിയുടെ പേര് പറയൂ. എൽദ. എൽദ എത്രയിലാ പഠിക്കണേ? 9ാം ക്ലാസ്സിൽ. എൽദയും പാടുവോ? ഞാൻ പാടും. അപ്പൊ ഇത് കൊറിയൻ ആണല്ലേ പാടിയത്? കൊറിയൻ ഭാഷ സംസാരിക്കോ? അങ്ങനെയല്ല. കൊറിയൻ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. അതൊക്കെ മനസ്സിലാവും. പിന്നെ വായിക്കാൻ പറ്റുമോ, എഴുതാൻ പറ്റും. കൊറിയൻ അത് അടിപൊളിയാണല്ലോ. അത് യൂട്യൂബ് നോക്കി പഠിച്ചതാ? യൂട്യൂബിലല്ല, അത് ഞാൻ ഒരു ഡുവോലിംഗോ എന്ന് പറഞ്ഞ ആപ്പില് ഒരു 5 മിനിറ്റ് പഠിച്ചിട്ട് പിന്നെ പാട്ടുകൾ വായിക്കും, അങ്ങനെ കേൾക്കുകയോ എഴുതും, അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. അത് പെട്ടെന്ന് പഠിച്ച്. അത് എങ്ങനെയാ നമുക്ക് എങ്ങനെ